ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏത് യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യക്ക് വളരെ സപ്പോർട്ടായി നിൽക്കുന്ന ഒരു ചെറു രാഷ്ട്രമുണ്ട്. അതാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ പല സംവിധാനങ്ങളാലും അവരുടെ പല തന്ത്രങ്ങളാലും ഇന്ത്യയെ അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ എന്ന ചെറു രാഷ്ട്രം രൂപം കൊള്ളുന്നതിന് മുൻപ് അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവർ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടമായിട്ട് പുറപ്പെടുന്ന സമയത്ത് അവരുടെ മുൻപിൽ എരിഹോ പട്ടണം നിലനിൽക്കുകയാണ്. എരിഹോ പിടിച്ചടക്കിയല്ലാതെ അവർക്ക് അവരുടെ രാഷ്ട്രത്തിലേക്ക് കടക്കുവാനായിട്ട് സാധ്യമല്ല. ആ സമയത്ത് എരിഹോ എന്ന് പറയുന്ന വലിയ കൂറ്റൻ മതിലുകൾ അടങ്ങുന്ന ആ പട്ടണത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവരോടായിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഈ പട്ടണത്തിന് ചുറ്റും നടന്ന് 7 ദിവസം നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം നടന്ന ശേഷം നിങ്ങൾ കാഹളമൂതുക. കാഹളമൂതുമ്പോൾ ഈ പട്ടണം അതിൽ വീഴും എന്നുള്ള ദൈവിക ആലോചന അനുസരിച്ച് അവർ അപ്രകാരം ചെയ്യുകയും ആ പട്ടണം അതിൽ വീഴുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ കാഹളം ഊതി ജനം ആർപ്പിടുന്ന സമയത്താണ് പട്ടണം അതിൽ വീണത്. പ്രിയ സഹോദരങ്ങളെ, സ്തുതി ഒരായുധമാണ്. പ്രതിസന്ധികളെ ജയിക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു ആയുധം. മറിയ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ലൂക്കോസ് 1-ാം അധ്യായത്തിൽ 46 മുതലുള്ള വാക്യങ്ങളിൽ തൻ്റെ ദൈവത്തെ, തന്നെ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൾ ഒരു വെല്ലുവിളിയുടെ മുൻപിലായിരിക്കുകയാണ്. പക്ഷേ വെല്ലുവിളിയുടെ മുമ്പിലും ദൈവത്തെ സ്തുതിച്ചപ്പോൾ വിജയത്തോടുകൂടെ ഒരു ചരിത്രത്തിൽ ഇടം നേടുന്ന അനുഭവത്തിൽ മറിയ ആയിത്തീർന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഭീഷണികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾ സർവശക്തനായ കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറാണെങ്കിൽ, സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറുവാൻ വേണ്ടി പോവുകയാണ്. എന്നേക്കുമായിട്ട് പല പ്രതിസന്ധികളും മാറിപ്പോകുവാനായിട്ട് പോകുന്നു. ചെയ്യേണ്ട ഒറ്റ കാര്യം, കർത്താവിനെ, രാജാതി രാജാവിനെ ആത്മാവിലും സത്യത്തിലും സ്തുതിക്കുക. അതെ, യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ കർത്താവിനെ സ്തുതിക്കുക. സ്തുതിക്കുമ്പോൾ നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.